ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആലീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു 4 മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, പുഴുങ്ങി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, കുറച്ച് ഉണക്കമുന്തിരിയുണ്ട്, ഒരു സവാള നൈസായിട്ട് അരിഞ്ഞ് ഇത്രയും നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇത്രയുണ്ട്. പിന്നെ ഒരു 10-20 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് ചതച്ചുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളി അല്ലിയും ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഏലക്കയാണ്, ഒരു 5-6 ഉണ്ട്. ഒരു 2 കഷ്ണം പട്ടയുണ്ട്, ഒരു 4-5 ഗ്രാമ്പുണ്ട്, ഒരു സ്റ്റാറുണ്ട് കേട്ടോ. ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫും കൂടെ വേണേ, അതും കൂടെ എടുക്കാൻ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് അരിയാണ് കേട്ടോ. 1.5 കപ്പ് അരി ഞാൻ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കും. ഇതിലേക്ക് നട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിച്ചെടുക്കും. ഒരു പകുതി പരുവാകുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കും. നട്ട്സ് പരുവായിട്ടുണ്ട് മുന്തിരിങ്ങയുടെ. മുന്തിരിങ്ങ ഒന്ന് വീർത്ത് വരണം. വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കോരി മാറ്റി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വറുക്കാനുള്ള സവോള ഇതിലേക്ക് ഇട്ട് നല്ലപോലെ നമുക്ക് വരട്ടെ. സവാളയും മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. സവാള കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. മുട്ടയും വന്നിട്ടുണ്ട്, കോരി മാറ്റും. നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. മസാല അടക്കം മൊത്തമാകും വരുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ചെറിയ ഉള്ളി കഴിച്ചത്, പച്ചമുളക് കഴിച്ചത് വധിക്കും. കറിവേപ്പില, ഇതാണ് വഴങ്ങുന്നത്. ഈ പച്ചമുളകൊക്കെ മുട്ടിട്ടുണ്ടെങ്കിൽ തക്കാളി മുട്ടുക. തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ടൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് മൂടി വെച്ച് കഴിക്കും. തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല പ്ലേറ്റ് വെക്കും. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അരപ്പിനാവശ്യത്തിന് ഉപ്പ് എല്ലാം നല്ലതുപോലെ ഒപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഇത് കുറുകിയിരിക്കണമല്ലോ, ആ പരുവത്തിൽ എടുക്കും. ഇതിലേക്കൊരു പകുതി നാരങ്ങ കേട്ടോ, അത് വന്ന് പിഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് കറക്റ്റായിരുന്നു. മുട്ട ഇതിലിട്ടു. കുറച്ചൊന്ന് വറ്റട്ടെ, മുട്ടയിലൊന്ന് പിടിച്ചിരിക്കണം. മതി, കുറച്ചൊന്ന്. ഈ ലാസ്റ്റ് നമുക്ക് 2 സാധനം കൂടി ചേർക്കാറുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും മല്ലിയിലയും ഇവിടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഗ്രേവി ഇവിടെ ശരിയായിട്ട് കുരുമുളക് പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഞാൻ വേറൊരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഇതിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് തട്ടായിട്ട് 2 ലെയർ ഇടുന്നത്. ഗ്രേവി ഇട്ട് കൊടുക്കും. കുറച്ച് ഉള്ളി, കുറച്ച് നട്സിട്ട്, കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടു. ബാക്കിയുള്ള ചോറ് വെച്ചിട്ട് 2 ലെയർ ഇടാനുള്ള ഉള്ളി. 1.5 കപ്പ് അരിയാണ് എടുത്തത്. ബാക്കിയുള്ള ഗ്രേവിയും ഇതിലേക്ക് ഇട്ടു. ഈ ബാക്കിയിരിക്കുന്ന സവാള വറുത്തതും കാഷ്നട്ടും ഒക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില, ഒരു 5 മിനിറ്റ് ഒന്ന് സിമ്മിലൊന്ന് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ.
അങ്ങനെ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.